ഭരണപക്ഷം അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷത്തെ അതേ രീതിയിൽ പ്രതിരോധിക്കുകയാണ് സർക്കാർ. LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാറും N. വാസുവും സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്നത് UDF-ഉം കോൺഗ്രസും രാഷ്ട്രീയായുധമാക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചാണ് സർക്കാർ പ്രതിരോധം തീർക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ഓരോരുത്തരായി ജയിൽ മോചിതരാകുന്നത് SIT-ക്ക് മാത്രമല്ല, സർക്കാരിന്റെ കൂടി വീഴ്ചയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതേസമയം കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഇതുവരെ SIT-ക്കെതിരായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിരോധം. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, സഭയ്ക്കകത്ത് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് അട്ടിമറിക്കുന്നു, ഈ അന്വേഷണം നിലയ്ക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെ ഏത് തരത്തിലാണ് സർക്കാർ പ്രതിരോധിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമൊക്കെ ഇത് കോടതിയിൽ നടക്കുന്ന അന്വേഷണമാണല്ലോ, അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഇതുവരെ SIT-ക്കെതിരായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചില്ലല്ലോ എന്നൊക്കെയാണ്. തുടർ ദിവസങ്ങളിലും ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുമ്പോൾ സർക്കാരിന്റെ വാദങ്ങൾ എന്താണ്? റോഷിനി, ഇന്ന് നമ്മൾ കണ്ടത് നിയമസഭയിലെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതിലും രൂക്ഷമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും UDF-ഉം പോകും എന്നുള്ളതാണ് നേതാക്കന്മാർ ഒന്നടങ്കം പറയുന്നത്. കാരണം സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന ഉത്തരവാദികൾ സർക്കാരാണ്. കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച LDF സർക്കാർ നിയോഗിച്ച 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് അതിശക്തമായി അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി നിന്ന ചിത്രവും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധവും എല്ലാമാണ്. അത് രണ്ടും ചേർന്നുകൊണ്ട് അതിശക്തമായ പ്രത്യാരോപണങ്ങളാണ് നിയമസഭയിൽ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച കൊണ്ടാണ് പ്രതികളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ജയിൽ മോചിതരായി പോകുന്നത് എന്ന പ്രതിപക്ഷ ആരോപണം അതും ശക്തമായി വിമർശിക്കുന്നുണ്ട് സർക്കാരും മുഖ്യമന്ത്രിയും. കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കേസാണെന്നും അതിന്റെ ഡിവിഷൻ ബെഞ്ച് ഏത് രീതിയിലെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം നടത്തിയതായി അറിയാമോ എന്നുള്ളതുമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിക്കാട്ടുന്നത്. മാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ബദ്രുദ്ദീന്റെ സിംഗിൾ ബെഞ്ചിനെ വിമർശിക്കുന്നുണ്ട് പരോക്ഷമായി മുഖ്യമന്ത്രി എന്നതാണ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിശക്തമായി പുരോഗമിക്കുന്നു. നിയമസഭയിൽ അടക്കം വലിയ പ്രതിഷേധത്തിനുള്ള വേദിയാക്കി മാറ്റുന്ന ഒരു ഘട്ടം. ഈ സമയത്തെല്ലാം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് സ്വർണ്ണക്കൊള്ളയിലെ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മറുമരുന്ന് അത് ഭരണപക്ഷത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതും. റോഷ്നി, ഓക്കെ, അപ്പോൾ പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാരും നിൽക്കുന്നുണ്ട്. സഭയ്ക്കകത്തടക്കം പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ശിവൻകുട്ടി ആ പാരഡി പാട്ട് പാടുന്നതൊക്കെ ഇന്ന് നമ്മൾ കേട്ടു. ഈ